പ്രപഞ്ചേശ്വരിയുടെ മാറിലായി കുഞ്ചൻ്റെ കവിത പ്രവാഹമായി. നേരിൻ്റെ മനസ്സുകൾ ഒത്തുകൂടി നേരുതിരിയുവാൻ നേരമായി. കള്ളമൊഴിച്ചിന്നു കാത്തുകൊള്ളുക തുള്ളൽ കലയുടെ കേളീരംഗം. ആരാധ്യരൂപവും ആചാര്യപാദവും ആദരവോടിതാ കൈതൊഴുന്നേൻ. ആരാധ്യരൂപവും ആചാര്യപാദവും ആദരവോടിതാ കൈതൊഴുന്നേൻ. ഈ രംഗവേദി അലങ്കരിക്കുന്ന മഹത്തുക്കളെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കലാകേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തി വയ്ക്കേണ്ട ഒരു അത്യപൂർവ നിമിഷമാണ്. നമ്മുടെ കേരളീയ കലകൾക്ക് വേണ്ടത്ര പ്രചാരണം, ആസ്വാദനം അതൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ആശങ്കയിൽ ജീവിക്കുന്ന ഒരു കലയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കല എന്ന് പറഞ്ഞാൽ അത് കഥകളിയാണ് എന്ന് നമ്മുടെ സാമാന്യ ജനങ്ങളും വിദേശീയരും വിശ്വസിച്ച് പോരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ ശാസ്ത്രീയവും നാടോടിയുമായ അതിസമ്പന്നമായ കലാരൂപങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു ഓണക്കാലം ശ്രീ ആനന്ദ്കുമാർ ഇവിടെ സങ്കല്പിച്ചു. നമ്മുടെ നാട്ടുകാർക്ക് ഇതൊക്കെ കാണാനും അറിയാനും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താനും ഒക്കെ സൗകര്യം ഒരുക്കുന്ന ഒരു വലിയ അരങ്ങാണ് അദ്ദേഹം ആദ്യം സങ്കല്പിച്ചത്. ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ, ഞാനൊക്കെ പേരിനുണ്ടായിരുന്നു, അല്ലാതെ തന്നെ ഗോകുമാർ സാർക്ക് അവരെല്ലാം വളരെ സജീവമായി അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. വരും വർഷങ്ങളിൽ അത് കുറേ കൂടെ വിപുലമായി സാർത്ഥകമായി ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നിപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന മഹാനായ കവി മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് എന്ന് നമുക്ക് പറഞ്ഞു കേട്ട് സ്ഥാപിച്ച് അറിയാം. ഞാനെപ്പോഴും പറയാറുള്ളത്, എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷയുടെ മാതുലനാണ്, അമ്മാവൻ്റെ സ്ഥാനമാണ്. പണ്ടത്തെ കാലത്തൊക്കെ മരുമക്കത്തായം ഉള്ള സമയമാണ്. കാരണം പണ്ഡിതന്മാർ മുതൽ താഴോട്ട് ഉള്ള പാമരന്മാർ വരെയുള്ള ഒരു വലിയ സംഘത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാരാണ്.
ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നിരത്തി വയ്ക്കാനുണ്ട്. സന്ദർഭം ഇത് ചേരുന്നതല്ലെങ്കിൽ പോലും. ഒന്നാമത് കുഞ്ചൻ നമ്പ്യാരുടെ 2 വരി അറിഞ്ഞുകൂടാത്ത, മലയാളം കൂട്ടി വായിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. ആർക്കാ അറിഞ്ഞുകൂടാത്തത്? അല്ലെങ്കിൽ തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ള എടുത്ത് തടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന വളരെ സർവ്വസാധാരണമായ ചൊല്ലുകൾ, നാടൻ ശീലുകൾ. അത് തന്നെയല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മുദ്രാവാക്യം വിളികളുണ്ടല്ലോ. ഈ പല ഭാഷയിലുള്ള മുദ്രാവാക്യം വിളികളേക്കാൾ ഏറ്റവും ശക്തമായും താളാത്മകമായും മുദ്രാവാക്യം വിളിക്കുന്നത് മലയാളികളാണ്. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ച അലക്കളി ഹിക്കളി നാട്ടാരെന്ന് പറയുന്ന ഈ താളത്തിൻ്റെ ഈ ശക്തിയുണ്ടല്ലോ. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിന് ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്ന നമ്പ്യാരുടെ താളമാണ്. നമ്പ്യാരുടെ താളം ആണ് നമ്മുടെ മുദ്രാവാക്യത്തിൽ പോലും നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നത്. പിന്നെ ഈ ഏത് ശോകമുഖമായ അന്തരീക്ഷത്തിലും ഏത് മരണവീട്ടിലും നേരിയ നർമ്മം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള മലയാളിയുടെ മിടുക്ക്. ആ കണ്ട കാര്യം സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ അങ്ങേയറ്റം നർമ്മോക്തിയോടുകൂടി വിവരിക്കാനുള്ള മലയാളിയുടെ മിടുക്ക്, ഇതൊക്കെ നമുക്ക് കിട്ടിയത് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന ആ മഹാമേരുവിൽ നിന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഇപ്പോൾ ഈ ഗിന്നസ് ബുക്കുകാർ തന്നെ പറഞ്ഞു, ഇതൊരു നാടൻ കലാരൂപമല്ലേ, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു 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 കലാരൂപത്തിൽ പെടുന്നത് എന്ന് ചോദിച്ചു. ഇത് തന്നെ നമുക്കറിയാവുന്ന കഥയുണ്ട്. കുഞ്ചൻ നമ്പ്യാർ മിഴാവ് വായിച്ചിരുന്നുവെന്നും അമ്പലപ്പുഴ അമ്പലത്തിൽ മിഴാവ് വായിച്ചിരുന്നുവെന്നും അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ ഇറങ്ങിപ്പോയെന്നും ഒക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് സംഭവിച്ചു. അകത്ത് കൂത്തു നടക്കുമ്പോൾ പുറത്തെ കളത്തട്ടിൽ കഥ അരങ്ങേറി കുഞ്ചൻ നമ്പ്യാർ. അത് പിറ്റേന്ന് എന്നാണ് നമ്മുടെ കഥയിൽ പറയുന്നത്. അപ്പോൾ ചിലർ പറയും, പിറ്റേന്ന് എങ്ങനെ ഇത്രയും കല്യാണ സൗഗന്ധികം പോലൊരു വലിയ കഥ പിറ്റേന്ന് വന്ന് എഴുതി പഠിച്ച്? കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുതുമൊന്നും വേണ്ട. അത് യഥേഷ്ടം ഏത് സമയത്തും ഇങ്ങനെ സരസ്വതി വിലാസം വിളയാടുന്ന ഒരു 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 മനസ്സായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നും അങ്ങ് ചൊല്ലുകയാണ്, അല്ലാതെ എഴുതി വെച്ച് കാണാതെ പഠിച്ച് ഒന്നുമല്ല അദ്ദേഹം ഇത് ചെയ്തത്. പിന്നെ ഈ കഥകളിയെ പറ്റി അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു 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 ആക്ഷേപം അത് ഊമനാട്ടമാണ് എന്നായിരുന്നു. വേറൊന്നുമല്ല, അഭിനയത്തിൻ്റെ 4 ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആംഗികം, കയ്യും കാലും എടുത്ത് ഓരോ വാചകങ്ങൾക്കും ഓരോ വാക്യങ്ങൾക്കും ഓരോ സന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ ഉപയോഗിക്കുക, ഓരോ കഥാപാത്രത്തിനും ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കുക, ആഹാര്യം, പിന്നെ ഓരോ കഥാപാത്രത്തിൻ്റെയും ആത്മാവ് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക, സാത്വികം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാചികം, വാക്ക്. കഥകളിയിൽ ഒരാൾ പിന്നിൽ പാടുകയും മറ്റേയാൾ ആടുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ഊമനാട്ടമാണ്. വാചികമില്ലാത്ത കല അത് നാടകീയമാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ഇത് ചാക്യാർ പോയിട്ട് പറഞ്ഞു രാജാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു. അപ്പോൾ ഈ ആളുകളെല്ലാം ഇറങ്ങിപ്പോയി, കൂത്ത് കാണാൻ വന്നവരൊക്കെ ഈ മേളം കേട്ടിറങ്ങിപ്പോയി, അവരവിടെ കുത്തിയിരുന്നു. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ മഹത്തായ ഒരു കല അകത്ത് നടക്കുമ്പോൾ അവിടെ പുറത്ത് തോന്നിവാസം കാണിച്ച ഒരാൾ അയാൾ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു, അത് നിരോധിക്കേണ്ടതാണ്. രാജാവ് തലവഴി ഒക്കെ ഇട്ട് രഹസ്യമായി വന്നിത് കണ്ടു ചാക്യാരോട് പറഞ്ഞു, ഇതെന്താ നിങ്ങൾ പറയുന്നത്? ഇതെന്താണ് കലാരൂപമല്ല നിങ്ങൾ പറയുന്നത്? ഇതിൽ പാട്ടില്ലേ, താളമില്ലേ, രാഗങ്ങളില്ലേ, കഥയില്ലേ, പരിഹാസമില്ലേ? താളങ്ങളുടെ എത്രയോ താളങ്ങൾ വന്ന് മറിയുന്നു ഇതിനകത്ത്. ഇതെവിടെയാണ് അശാസ്ത്രീയമാകുന്നത് എന്ന് ചോദിച്ചു. ആ ചോദ്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചോദിക്കുന്നത്. പ്രത്യേകിച്ച്
തുള്ളൽ എന്നൊരു കലാരൂപമുണ്ടെന്നും അത് കേരളത്തിൻ്റെ മാത്രം സ്വന്തമാണെന്നും ലോകം അറിയപ്പെടാൻ പോകുന്ന ഒരു മഹത്തായ ദിനമാണ് ഇന്ന്. അതിന് ഈ വേദിയായി തീർന്നത് ഭാഗ്യവശാൽ ഈ സായിഗ്രാമാണ്. കാരണം ഇവിടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും കേൾക്കാനില്ല, ഒരപശബ്ദവും കേൾക്കാനില്ല. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇതിനരങ്ങ് ഒരുക്കി കിട്ടി എന്നുള്ളത് ആരുടെയൊക്കെ ഭാഗ്യമാണ് എന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എൻ്റെ പരമഭാഗ്യമാണ്. കാരണം ഇത് ഞാൻ ഒരുപാട്, പിന്നെ ഞാൻ പറഞ്ഞു അമ്പലപ്പുഴയാണ് നമ്പ്യാരുടെ താവളം, അവിടെ വെച്ചാണ് തുള്ളലുണ്ടായത്. പിന്നെ ഏറ്റവും എനിക്ക് ഒരു വൈകാരിക ബന്ധം എന്ന് പറയുന്നത്, നമ്പ്യാരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം അദ്ദേഹം വന്ന് താമസിച്ചത് കുട്ടനാട്ടിലാണ്. മാത്തൂർ എന്ന് പറയുന്ന സ്ഥലം നെടുമുടി തന്നെയാണ് മാത്തൂർ കുഞ്ഞുള്ള പണിക്കർ എന്നൊക്കെ പറയുന്ന വലിയ അതിപ്രഗത്ഭനായ കഥകളിൽ നടന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാത്തൂരായിരുന്നു അദ്ദേഹം താമസം എത്രയോ കാലം. അവിടെ നിന്നാണ് പുലയനെയും പറയനെയും ഒക്കെ അദ്ദേഹം സ്വന്തമാക്കിയതും ഒരുപാട് താള പദ്ധതികൾ, അദ്ദേഹം നാടൻ താള പദ്ധതികൾ സ്വായത്തമാക്കിയതും അതെല്ലാം തുള്ളലിൽ പ്രയോഗിച്ചതുമെല്ലാം ആ വളക്കൂറുള്ള ഒരു മണ്ണിൽ എങ്ങനെയാണോ നെല്ല് വിളയുന്നത് എന്ന് പറഞ്ഞതുപോലെ കുട്ടനാട്ടിലെ മണ്ണിൽ നിന്നാണ് അദ്ദേഹം ഈ താള പദ്ധതികൾ ഒരുപാട് കണ്ടെത്തിയത്, ഒരുപാട് തുള്ളലിൻ്റെ വൈവിധ്യ വേഷങ്ങളും വൈവിധ്യ രൂപങ്ങളും കണ്ടെത്തിയത് എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം ഒരു പുതിയ അവതാരമായി വന്നത് എന്ന് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഒരു ആത്മീയമായ ഒരു അടുപ്പം കൂടി എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കലാരൂപത്തോടും ഉണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ മറന്നുപോയി, നമ്മുടെ കുറിച്ചിത്താനം ജയകുമാർ, അദ്ദേഹത്തിൻ്റെ കലാപരിപാടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഉള്ള സമയം കൊണ്ട് സംസാരിച്ച് കുറച്ച് നേരം. അദ്ദേഹത്തിൻ്റെ പിതാവ് കലാമണ്ഡലം ജനാർദ്ദനൻ കലാമണ്ഡലത്തിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം പിന്നെ നമ്മുടെ പ്രഭാകരൻ മാഷിൻ്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കുറച്ച് ശാരീരികമായ അവശതയുണ്ട്. ഇപ്പോൾ ജയകുമാറുണ്ട്, ജയകുമാറിൻ്റെ മകൻ ഉണ്ട്, ജനാർദ്ദൻ അദ്ദേഹത്തിൻ്റെ മാതുലൻ അമ്മാവൻ. അങ്ങനെ 4 തലമുറകളായി ഈ തുള്ളൽ ഉപാസിക്കുന്ന ഒരു കുടുംബമാണത്. ഏതൊരു കലാകാരനും സാധാരണയിൽ കവിഞ്ഞ് വളരണമെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട്, അയൽക്കാരുടെ സപ്പോർട്ട്, സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, ഇതെല്ലാം ഉണ്ടാവണം. ഭാഗ്യവശാൽ ഈ കുറിച്ചിത്താനം ജയകുമാറിന് ഇതെല്ലാം ആവോളം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സാഹസികമായ ഒരു യജ്ഞത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയും 24 മണിക്കൂറൊക്കെ ഇത് കൊണ്ടു നടക്കാൻ പറ്റുക? ഈ പറഞ്ഞ പോലെ പാടുകയും അഭിനയിക്കുകയും തുള്ളുകയും താളം പോകാതെ നേർവഴിയിൽ കൂടി നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അത്ഭുതകരമായ വിദ്യയാണ് ഈ ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത്. ഇതിനെങ്ങനെയാണ് ശാരീരിക ക്ഷമത കണ്ടെത്തുന്നത്? അപ്പോൾ കുറേ കാലമായി അദ്ദേഹം ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട്, അങ്ങനെ ചുമ്മാ ഓടി വന്നെന്നും ആർക്കും ചെയ്യാവുന്നൊരു കാര്യമല്ലാതെ, ഇത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാർത്ഥമായ അർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. 10-30 കിലോമീറ്റർ നടക്കുമത്രേ ഒരു ദിവസം. അരിയാഹാരം വളരെ കുറച്ചു, ആവശ്യത്തിന് ആഹാരം. അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും മെരുക്കി എടുത്ത് ഇങ്ങനെ ഒരു മഹായജ്ഞത്തിന് തയ്യാറാക്കിക്കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്നത്, നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് മാറി നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഈ കാഴ്ചയുടെ കൂട്ടത്തിൽ ഇത് നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൻ്റെ കരുത്തും ധൈര്യവുമെല്ലാം
അദ്ദേഹത്തിന് പകർന്നു കൊടുക്കാം. എല്ലാവിധമായ ആശംസകൾ ഞാൻ നേരുകയാണ്. ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കിട്ടിയത് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ വെറുതെ ഒരു തൊണ്ടയിൽ നിന്ന് പറയുന്ന ഒരു വാക്കല്ല, ഹൃദയത്തിൽ തന്നെ പറയുന്ന വാക്കാണ്. ഒരു പരമഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം.